മിനിറ്റടോ പ്രേക്ഷകരെ നടന്നലിലേക്ക് സ്വാഗതം. തന്നെ എനിക്ക് കിട്ടണമായിരുന്നു. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. താൻ എന്തോ ആയിരുന്നു പറഞ്ഞത്? ചേഷ്ട കാണിച്ചില്ലെന്ന്. ഇന്ന് പോലീസ് ഡമ്മി പരിശോധന നടത്തിയാണോ? ഡമ്മി വന്ന് 2 കൈ അങ്ങ് പൊക്കി കാണിച്ചായിരിക്കും. കിട്ടിയായിരിക്കും ആ തെളിവ്. അതെ, പരീക്ഷണം നമ്മൾ നടത്തി. ബസ്സിനകത്തിരുന്നു കൊണ്ട് ഏതോ ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അത് മേയർക്ക് കാണാൻ പറ്റുമായിരുന്നു. പോലീസല്ല, ആര്യയുടെ ആർമി എന്ന് പറയുന്നത് എനിക്ക് നല്ലത്. അല്ല, ഇത് എവിടെയാണ് നടത്തിയത് ഈ പരീക്ഷണം? ഒന്നും അറിയാൻ പാടില്ല. നമ്മൾ ചോദിക്കുക. പ്ലാമൂട് മുതൽ PMG വരെയുള്ള വൺ പേര് നടത്തി. പക്ഷേ സുഹൃത്തുക്കളെ, ഞായറാഴ്ച ദിവസമാണ്, രാത്രിയാണ് നടത്തിയതെങ്കിൽ നാട്ടിൽ 10 ആൾ അറിയേണ്ടതല്ലേ ഈ സംഭവം? നമ്മുടെ 4 ചെവിയും കൂർത്തിരിക്കുന്ന നമ്മൾ മാധ്യമ പ്രവർത്തകർ അത് അറിയേണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഈ ഡമ്മി പരീക്ഷണം എന്തുകൊണ്ട് ആരും അറിഞ്ഞില്ല? നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഇനി ഡമ്മി പിന്നെ തന്നെ എനിക്ക് തന്നെ കിട്ടണം. ആ നേരത്തെ പറഞ്ഞ തെളിവുണ്ടല്ലോ, തന്നെ മറ്റേ MLA ഉണ്ടല്ലോ, MLAക്കെതിരെ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് വരാം. പക്ഷെ ആദ്യം അതിന് മുന്നേ എടോ, ഈ പറയുന്ന ഈ ആര്യയുടെ ആർമി പടച്ചുവിട്ട ഈ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നങ്ങ് വിചാരിച്ചു. കേരള പോലീസോ? ശരി, കേരള പോലീസോ? ശരി. എന്താ ഉദ്ദേശം? എടോ, അങ്ങ് UP-യിലും ബീഹാറിലും വരെ പോയി കള്ളന്മാരെ പിടിച്ചുകൊണ്ടുവരുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ പോലീസാണ്. അല്ലെങ്കിൽ UP-യിലും ബീഹാറും പോയി പിടിക്കാൻ മാത്രമേ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാവൂ. മൂക്കിന് തുമ്പി കിടക്കുന്ന ഒരുത്തന്മാരെ പോലും പിടിക്കാൻ ഇവർക്ക് അറിയില്ല. പിന്നെ എല്ലാരെയും ആക്ഷേപിക്കുന്നതല്ല, അതിവിടെ പോയിന്റ് ആണ്. പിന്നെ എടോ ഈ പറഞ്ഞ ഈ ഡമ്മി പരീക്ഷണം ഉണ്ടല്ലോ, ഇതൊക്കെ എന്ന് നടത്തിയത്? അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ബസ്സിനകത്തിരുന്ന ഈ സുഹൃത്തുക്കളെ, ഈ ബസ്സിനകത്തിരുന്ന ഈ യദുവിന് അറിയില്ലല്ലോ തൊട്ട് താഴെ വരുന്ന ഈ കാറിനകത്തുള്ളത് മേയറാണെന്നും ഫ്രണ്ട് ഇരിക്കുന്ന MLA ആണെന്നും കൂടെ ഇരിക്കുന്ന അജ്ഞാതനായിട്ടുള്ള മേയറിന്റെ ബന്ധുക്കളാണെന്നും അറിയില്ലായിരുന്നല്ലോ. പിന്നെ ഈ പറഞ്ഞ ചേഷ്ട ഇനി അഥവാ ഏതെങ്കിലും കയ്യോ കാലോ പൊക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡ്രൈവിംഗ് അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവർമാർ കലി വരുമ്പോൾ കലപ്പടങ്ങാനത് എന്തുവാണ് ഇത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ കയ്യും കാലും കാണിച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഒരു ലൈംഗിക ചേഷ്ട, കാമാസക്തിയോടുകൂടി ലൈംഗിക ചേഷ്ടയാക്കിയൊക്കെ തന്നെ ഇവിടെ പടച്ചു വിടാനും മാത്രം എന്തോരം കഴിവുടെ. ഇങ്ങനെയല്ല, അവൻ ചിലപ്പോ നടുക്കത്തെ വരലാണ് കാണിച്ചെങ്കിലോ? താൻ കണ്ടോ എന്നെ പോയി സാക്ഷിമൊഴി കൊടുക്കണം. ഞാൻ കൊടുക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അന്ന് ഈ സംഭവം നടന്ന ദിവസം ഒരു ഞായറാഴ്ചയോ ശനിയാഴ്ചയോ, എനിക്ക് കറക്റ്റ് ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. അന്ന് ഈ KSRTC ബസ്സും ഈ കാറും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? അല്ലല്ലോ, മറ്റു പല വാഹനങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പോ സംഭവം പുനരാവിഷ്കരിക്കുമ്പോൾ മറ്റു വാഹനങ്ങളും കൊണ്ടുവരണം, പശ്ചാത്തലം നോക്കണം. അല്ലാതെ കൈമുക്കി കാണിച്ചപ്പോ ബാക്കി ഇരുന്ന മേയർ കണ്ടു എന്ന് വീണ്ടും പുനരാവിഷ്കരിച്ചപ്പോൾ തെളിവ് കിട്ടി എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. സുഹൃത്തുക്കളെ, വളരെ കഷ്ടപ്പെട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി. അത് ശരിയാ, കഷ്ടപ്പെട്ടു, നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം പോലീസ് ഉദ്യോഗസ്ഥര്. ഇത് ആര്യക്ക് വേണ്ടി അല്ലെങ്കിൽ മേയർക്ക് വേണ്ടി നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പതക്കം കിട്ടും, പേടിക്കണ്ട, സ്വർണ്ണ പതക്കം കിട്ടും. പിന്നെ സുഹൃത്തുക്കളെ, തെളിഞ്ഞതാണ് സത്യം. പോലീസ് വരെ പറയുന്നു ആ കള്ളപ്പെടുവ ബസ്സിനകത്തിരുന്ന് എന്ത് കാണിച്ചാലും അത് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാമെന്ന്. പക്ഷേ സുഹൃത്തുക്കൾ, നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയട്ടെ, ഇതിപ്പോൾ മേയറും മേയറിന്റെ വാഹനവുമായതാണ് പ്രശ്നം. വേറെ ഏതെങ്കിലും സ്ത്രീയുടെ വാഹനമായിരുന്നുവെങ്കിൽ ഇവർ ആ യദുവിനെ പഞ്ഞിക്കിട്ടേനെ. ഇതിപ്പോ തൽസ്ഥാനത്ത് മേയറായി പോയി. അയ്യോ, അത് മാത്രമല്ല പ്രശ്നം. നിങ്ങൾ ഇത് വളച്ച് ചുരുട്ടി ആ പാവം യദുവിന്റെ തലയിൽ വെക്കുവാണെന്ന് വിചാരിക്കും. വേറെ എന്ത് തെളിവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഈ ഡമ്മി ഇട്ട പരീക്ഷണല്ലേ CBI കളിയൊക്കെ അങ്ങ് 2004 തന്നെ അവസാനിച്ചതാണുള്ളേ. ഇങ്ങോട്ട് എടുത്തോണ്ട് വരല്ലേ? ഹൈക്കോടതി നേരിട്ട് മിക്കവാറും ഇടപെടും. അല്ല, നിങ്ങൾ ഈ കൃത്യം നോക്കുന്നതാണല്ലോ നിയമം. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മേയർക്കും MLAക്കും മറ്റൊരു ഒരു കേസ് എടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ കാര്യം ഇവിടെ വരെ ആയി? ഉത്തരവില്ല, ശൂന്യത, നിശബ്ദത. ആ സമയത്ത് മേയറാണെങ്കിലും
പനി പിടിച്ച സച്ചിൻ ദേവ് ആണെങ്കിലും സാധാരണ മനുഷ്യനെ പോലെയാണ് പെരുമാറിയത്. അയ്യോടെ സാധാരണ മനുഷ്യന്മാർ കേരളത്തിൽ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നല്ലേ? സാധാരണ മനുഷ്യന്മാർ എങ്ങനെയാ പെരുമാറുന്ന? കേറി അവന്റെ ചവളക്കുട്ടി നോക്കി പറഞ്ഞോ കൊടുക്കുന്നത്. മേയറും MLA-യും ആയതുകൊണ്ട് പ്രതികരിച്ചു. മേയറും MLA-യുടെ മാന്യതയെ കുറിച്ച് താൻ കൂടുതലൊന്നും പറയണ്ട. ഈ പറയുന്ന റഹീമിന്റെ സുഹൃത്തും സർവോപരി അയൽവാസിയുമായിട്ടുള്ള കണ്ടക്ടർ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ അക്ഷരത്തിൽ. MLA ബസ്സിനകത്ത് കയറിയത് കൊണ്ട് ഈ ബസ് ഇനി പോവില്ല, യാത്ര ചെയ്യേണ്ടി വരില്ല, അതുകൊണ്ട് സർവീസ് ഇവിടെ അവസാനിച്ചു. ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടോ? കണ്ടോ? അവിടെ ബസ്സിൽ കയറിയില്ല, MLA ബസ്സിൽ കയറിയില്ല. ആദ്യം പറഞ്ഞു ഇവർ ബസ്സിൽ കയറില്ല. അത് രണ്ടാമത് ഇവർ പറഞ്ഞു, ആദ്യം പറഞ്ഞ കള്ളത്തരം ഇതൊന്നും ബസ്സിൽ കയറുന്ന കള്ളത്തരമല്ല. എന്താണ് ഈ KSRTC ബസ്സിനെ കുറുകെ ഞങ്ങളൊന്നും ഇട്ടിട്ടില്ല, അത് പ്രത്യേകിച്ച് സീബ്ര ക്രോസിംഗ് ലൈനിൽ ഇട്ടിട്ടേ ഇല്ല എന്നത് ഫസ്റ്റ്. അത് പൊളിച്ചടുക്കിയിലെ CCTV ദൃശ്യങ്ങൾ വന്നപ്പോൾ ഇനി രണ്ടാമത്തെ നുണ. ബസ്സിനകത്ത് കയറിയില്ലാതെ പോലും ബസ്സിനകത്ത് കയറിയോ ഇല്ലയോ എന്ന് രണ്ടാമത് റഹീം വന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പം അതും പറഞ്ഞു. പോട്ടെ, റഹീമിന്റെ നാക്ക് വിഴാന്നെങ്കിലും നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. റഹീമിന്റെ സുഹൃത്തും കമ്മ്യൂണിസ്റ്റുകാരനുമായ സഖാവേ എന്ന് വിളിച്ച് MLA അഭിസംബോധന ചെയ്ത ആ കണ്ടക്ടർ അങ്ങനെ എഴുതി വെക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലെ സത്യാവസ്ഥ? അത് എഴുതിയത് ആരാണ് എന്നതിൽ നമുക്ക് സംശയമുണ്ട്. മാത്രം നമുക്കതിൽ സംശയമുണ്ട്. അത് എഴുതിയത് ആരാണ്? കൈയക്ഷര പരിശോധന. ഡമ്മി വിളിക്കണോ കൈയക്ഷരം നടത്താൻ? ഡമ്മി എങ്ങനെയാണോ അക്ഷരം എഴുതുന്നത്? അതിനൊക്കെ അറിയാം, അക്ഷരാഭ്യാസമൊക്കെ ഉണ്ടപ്പ. അപ്പൊ ഇവരുടെ രണ്ട് നുണകൾ നമ്മൾ ഇല്ലാതെയാക്കി കളഞ്ഞിരിക്കുകയാണ്. നുണകൾ ഇവരേതേലും ഒരു കാലത്ത് KSRTC കാരുടെ കൂടെ നിന്ന് ചരിത്രമുണ്ടോ? ഇതിനു മുൻപ് എത്രയോ യാത്രക്കാരാണ് KSRTC ബസിന്റെ ഡ്രൈവർമാരെ എടുത്തിട്ട് പഞ്ഞിക്കിടോ? അന്നൊക്കെ തെളിവ് സഹിതം പലരും വന്നിട്ടുണ്ടോ? തെളിവ് സഹിതം ഈ അഹങ്കാരം ഹുങ്കും ഈ കേരളത്തിൽ എന്തിനാ? ആർക്ക് വേണ്ടി? ആരെ രക്ഷിക്കാൻ? കൂടുതൽ കുരുക്ക് ഏതോന്റെ തലയിൽ വരാൻ വേണ്ടിട്ടല്ലോ പരീക്ഷണം നടത്തിയതല്ലേടോ? പരീക്ഷണം നടത്തിയാലും ഇപ്പൊ എന്താ ഈ സംഭവം? തെളിവ് ആർക്കെതിരെയായി? യദുവിനെ കുരുക്കാൻ വേണ്ടി തന്നെയാണോ? യദുവിന് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. യദുവിന്റെ മകൻ, ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിക്കാണെങ്കിൽ 8ാം ക്ലാസ്സാണോ 8 വയസ്സാണോ? 8 വയസ്സുള്ള ആ കുട്ടിക്ക് പഠിച്ചു വളരാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇവിടെ മറ്റുള്ള നാട്ടുകാർ കൊടുക്കൂടോ? പിന്നെ നാട്ടുകാർ കണ്ട ഞരമ്പന്മാരുടെ മക്കളെ പഠിപ്പിക്കാൻ നടക്കുന്നതാണല്ലേ വൃത്തിയായിട്ടതേ. ഞരമ്പന്മാരുടെ മക്കൾ നിങ്ങൾ ഭയങ്കര നല്ല ഡീസന്റ് ആണല്ലോ. ഇൻഡീസന്റ് ആയിട്ട് തന്റെ വാക്കുകൾ തന്നെ കൈ വെച്ചോട്ടെ കുത്തി ഒടിക്കാൻ നടക്കുന്നത്. താൻ തന്റെ നാക്കിന് ആദ്യം തന്നെ ഡമ്മി പരിശോധന നടത്തിയാൽ ഇവർക്ക് വിശ്വാസമല്ലെന്ന് വെച്ചാല് ഇതിപ്പോ മേയറായതാണോ നിങ്ങളുടെ കുറ്റം? നീ കരയില്ലേ ഇങ്ങനെ? പിന്നെ പാർട്ടി ക്ലാസ്സിൽ പോയാൽ ഞാനല്ലേ തല്ലുകൊള്ളുന്നത്? പരിപ്പോടം കട്ടൻ ചായം പോലും കിട്ടത്തില്ല. സാത്വികാചാര്യം പ്രത്യേകം പറഞ്ഞു വിട്ടത് ഈ പോയിന്റ് വെച്ച് അലക്കണമെന്ന്. തനിക്കൊന്നും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ലടോ. സോറി, കുറച്ചു നേരം മിണ്ടാതിരിക്കുന്ന പരിശോധന നടത്തിയതോ? പോലീസ് വരെ പറഞ്ഞു അങ്ങനെ ചേഷ്ട കാണിച്ചാൽ കാണാൻ പറ്റൂന്ന്. ചേഷ്ട കാണിച്ച എങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? തന്നെ മനസ്സിലായോ? തനിക്ക് എന്ത് നേട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര ആലോചിച്ചിരും തന്റെ വല്ല ക്ലിപ്പും അവന്റെ കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ക്ലിപ്പ് എന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ക്ലിപ്പ് എന്റെ കയ്യിലില്ല. ഒന്ന് ഓടോ. ഇൻഡീസെന്റായി എന്നെ കൊണ്ട് പെരുമാറിക്കാൻ വേണ്ടി ഈ രാവിലെ കച്ച കെട്ടി ഇറങ്ങും പല കള്ളത്തിലും പടച്ചുവിടാൻ വേണ്ടി. സുഹൃത്തുക്കളെ, ഇന്ന് മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ 2 സുപ്രധാന നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്ന്, ഡമ്മി പരിശോധന നടത്തി, അത് തെളിവ് ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. 2, ഈ MLA മേയറിന്റെ ഭർത്താവുമായിട്ടുള്ള ഈ ആളുടെ പേരെന്തായിരുന്നു? സച്ചിൻ ദേവ് MLA. ഈ വ്യക്തി ബസ്സിനകത്ത് കയറി എന്ന കാര്യം കണ്ടക്ടർ തന്നെ ഷീറ്റിൽ എഴുതി വെച്ചേക്കുന്നു. അപ്പോ ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത് സുഹൃത്തുക്കളെ? ഈ കേസിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത്? ന്യായം ആരുടെ കൂടെയാണ്? എന്താ ഒന്നും ഉരിയാടുന്നില്ലേ? പാർട്ടി ക്ലാസ്സിൽ പോയാൽ എങ്ങനെ പുറത്ത് നിൽക്കും നോക്കി ആലോചിക്കുകയാണോ സുഹൃത്തെ? ഇവിടെ തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിടോ ആ ക്ലാസ്സും കഴിഞ്ഞ് നെഞ്ചും പിരിച്ച് ഇറങ്ങി പോരാൻ. തൂമ്പ കൊണ്ട് കിളച്ച് നമുക്ക് 2 പൈസ ഉണ്ടാക്കാടോ. എനിക്ക് ശരീരമാണെങ്കിൽ ശീലമില്ലാടോ. വിയർപ്പിന്റെ അസുഖം ഉണ്ടല്ലോ. ശരി. അല്ലല്ല, നമ്മുടെ കുഴി അടയ്ക്കാൻ കുഴി മിണ്ടായിട്ടോ. കുഴി നമ്മൾ അടച്ചോളും കേട്ടോ.
ഇനി കുഴിയുടെ എണ്ണ എടുക്കാനൊന്നും നടക്കണ്ട. അതെ, കുഴിയുടെ എണ്ണ എടുത്ത എനിക്കറിയാന്നുള്ള എണ്ണത്തിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കുഴി. സുഹൃത്തുക്കളെ, ഞാൻ വിട വാങ്ങുകയാണ്. എനിക്ക് തലസ്ഥാനത്തെ കുറച്ച് കുഴികൾ അടയ്ക്കാനുണ്ട്. വെള്ളക്കെട്ട് പ്രശ്നമായതുകൊണ്ട് നാട്ടുകാർ മേയറെ ചീത്ത വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുഴി അടച്ചിട്ട് വരാം. ഒന്ന് പോയി അടയ്ക്കും, അല്ലെങ്കിൽ ആ കുഴികളൊക്കെ സ്വിമ്മിംഗ് പൂളായി മാറും. ശരി എന്നാ, ഓക്കെ ആയിക്കോട്ടെ. പിന്നെ റോഡായ പിന്നെ കുഴി വരില്ലേ അങ്ങോട്ട്? ഏത് നാട്ടിലാണോ കുഴി ഇല്ലാത്തത്? കുഴിയില്ലാത്ത നാടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പഠിക്കാൻ പോയ ക്യൂബായാലും ചൈനയിലും ജപ്പാനിലും ഒക്കെ ഈ പറഞ്ഞ കുഴി ഉണ്ടായിരുന്നോ? നെതർലൻഡ്സിലല്ലേ പോയത്? അപ്പൊ അവിടെ കുഴി ഉണ്ടായിരുന്നോ? മഴ പെയ്യുമ്പോ പ്രതിസന്ധികൾ ഉണ്ടാകും. കുഴി അടിച്ചിട്ട് വരാം. കുഴി അടിച്ചിട്ട് പോട്ടെ. ഇന്നത്തേക്കുള്ളതെല്ലാം ആയി. ഇനി നാളെ. ശരി സുഹൃത്ത്.